ഗസയിൽ ഇപ്പം ഔദ്യോഗികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ആരാ ജയിച്ചത്? ഒരു വലിയ ചോദ്യമാണ്. ട്രംപ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, പുള്ളി ഫേസ്ബുക്ക് ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന ട്രംപിന് സ്വന്തമായി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ട്രംപ് പറഞ്ഞു, ഇത് ഞാൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് മാത്രമുണ്ടായ വെടിനിർത്തലാണ്. ഓർക്കുന്നില്ലേ, ട്രംപ് പറഞ്ഞിരുന്നു ജനുവരി 20 ഞാൻ ഓഫീസിൽ അമേരിക്കൻ പ്രസിഡൻ്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് ഈ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ നരകമായിരിക്കും ഹമാസിന് സമ്മാനിക്കാൻ പോകുന്നത്. കടുത്തതാക്കിയതായിരുന്നു. ബാക്കിയുള്ള ഹമാസ് ഭീകരർക്ക് ഏറ്റവും നരകതുല്യമായ നരകം എന്ന് പറയാമോ, ഏറ്റവും കൊടിയ നരകം ഞാൻ സമ്മാനിക്കും എന്നൊരു ഭീഷണി ഉണ്ടായിരുന്നു. പിന്നെ ബൈഡനും ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് തനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് തെളിയിക്കണമെന്നുണ്ടായിരുന്നു. അതാണ് ട്രംപ് പറയുന്നത്, താൻ പ്രസിഡൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒത്തുതീർപ്പുണ്ടായിരിക്കുന്നത്. പക്ഷേ ട്രംപ് മറ്റൊന്നുകൂടെ പറഞ്ഞു, എന്നാൽ നെവർ അഗെയിൻ ബിക്കേം എ ടെററിസ്റ്റ് സേഫ് ഹെവൻ. പക്ഷേ ഗാസ ഇനി ഒരിക്കലും ഭീകരവാദികൾക്ക്, തീവ്രവാദികൾക്ക് സുരക്ഷിതമായ ഒരു സ്വർഗമായിരിക്കത്തില്ല. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഗസയിൽ ഒത്തുതീർപ്പായി, ഒത്തുതീർപ്പിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷേ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ, ഗസയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണം. ഇസ്രയേൽ പിന്മാറിക്കഴിഞ്ഞാൽ ആര് ഭരിക്കും? ഇതൊരു വലിയ ചോദ്യമാണ്. ഈ ആര് വിജയിച്ചു എന്ന ചോദ്യത്തിൻ്റെ രാഷ്ട്രീയ ഉത്തരം അവിടെ കിടക്കുന്നത്. ഗസയിൽ നിന്ന് പിന്മാറി വീണ്ടും അവർക്ക് ഹമാസിന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ഇസ്രയേലിന് ചിന്തിക്കാൻ പറ്റാത്തതാണ്. കാരണം ഹമാസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ഇസ്രയേലിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇസ്രയേലിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ആളുകളെ വീണ്ടും ഭരണമേൽപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാവുമോ? ട്രംപിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇനി തീവ്രവാദികൾക്ക്, ഭീകരർക്ക് ഒരു സുരക്ഷിത സ്വർഗമായിരിക്കില്ല എന്ന് ട്രംപ് പറയുകയും ചെയ്യുന്നത് രണ്ടോടെ കണക്ട് ചെയ്യുമ്പോൾ ഗസ ഇനി ഹമാസിന് വിട്ടു കൊടുക്കത്തില്ല. വളരെ ക്ലിയറാണ്. അപ്പോൾ ഹമാസ് വിജയിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ഹമാസിൻ്റെ ആവശ്യം ഇസ്രയേൽ പിന്മാറണം, ഈ പ്രദേശത്തെ ഭരണം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം ഗസയിൽ. അതാണ് ഹമാസിൻ്റെ ആവശ്യം. പക്ഷേ അമേരിക്ക ഇൻഡയറക്റ്റ്ലി പറയുന്നു, പേര് പറയാതെ അമേരിക്ക പറയുന്നു, ഭീകരരുടെ സുരക്ഷിത സ്വർഗമായിരിക്കില്ല ഗസ എന്ന്. ഇസ്രയേൽ പറയുന്നു ഞങ്ങളെ ഇല്ലാതാക്കും എന്ന് പറയുന്ന ഒരു കൂട്ടർ അവിടെ ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ പകരം ഈ ചർച്ചകളിൽ വന്നിരുന്ന ഇപ്പോൾ ഖത്തറും ഈജിപ്തും അമേരിക്കയും മൊസാദും ഷിൻബത്തും ട്രംപിൻ്റെ പ്രതിനിധിയും ഒക്കെ പങ്കെടുക്കുന്ന യോഗമായിരുന്നല്ലോ. അതിൽ പലസ്തീൻ അതോറിറ്റിയെ ഏൽപ്പിക്കാം എന്നൊരു നിർദ്ദേശം വന്നിരുന്നു. അപ്പോഴേക്ക് ഇസ്രയേൽ എതിർത്തു, പറ്റില്ല, ഹമാസിനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു ഭീകര സംഘടനയാണ് പലസ്തീൻ അതോറിറ്റി. അപ്പോൾ അതും നടക്കത്തില്ല. അപ്പോൾ ഇതാണ് ഇതിന് ശേഷം ആര് ഭരിക്കും എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അതൊരു 40 ദിവസം അല്ലെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ്, ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡൽഫിയ ഇടനാഴി കോറിഡോർ, അത് വളരെ തന്ത്രപ്രധാനമായ കേന്ദ്രമാണ്. ആ ഫിലാഡൽഫിയ കോറിഡോറിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണമെന്ന് ഹമാസിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഇസ്രയേൽ സമ്മതിച്ചിട്ടില്ല. അവിടുന്ന് ഇസ്രയേൽ പിന്മാറിയാൽ ഇസ്രയേൽ യുദ്ധം തോറ്റു എന്ന് സമ്മതിക്കലായിരിക്കും. അപ്പം രാഷ്ട്രീയമായ സമസ്യകൾ പൂരിപ്പിക്കാനുണ്ട്. അപ്പോൾ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് ചോദിച്ചാൽ ഇസ്രയേൽ ജയിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇസ്രയേലിന് 1200ഓളം വിലപ്പെട്ട ജീവനുകൾ ഒക്ടോബർ 7 നഷ്ടപ്പെട്ടു. 100ഓളം അവരുടെ ഭടന്മാരെ നഷ്ടപ്പെട്ടു. പിന്നെ നരകയാതന അനുഭവിച്ച് ഏതോ ഇരുണ്ട മാളങ്ങളിൽ കഴിയുന്ന ബന്ദികൾ അല്ലേ? അപ്പോൾ അവരുടെയൊക്കെ ജീവിതം, ഒരാളുടെ വേദന പോലും, ഒരാൾക്ക് വേണ്ടി 1000 പേരെ വിട്ടയച്ച പാരമ്പര്യം ഇസ്രയേലിനുണ്ട്. അപ്പോൾ അവരുടെ പൗരന്മാർക്കുണ്ടായ വേദന ഇസ്രയേലിനെ സംബന്ധിച്ച് ഒരു കാലത്തും സമീപകാലത്തൊന്നും ഉണങ്ങാത്ത വലിയ മുറിവാണ്. ഹോളോകോസ്റ്റിന് ശേഷമുള്ള ഏറ്റവും വലിയ, ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുറിവാണ് ഈ കൂട്ടക്കൊല, അതിനുശേഷമുണ്ടായ യുദ്ധം. അപ്പോൾ 48,000-ഓളം പലസ്തീനികൾ ഗസയിലുള്ള ആളുകളും കൊല്ലപ്പെട്ടു. ഹമാസിൻ്റെ ഏതാണ്ട് മിക്കവാറും എല്ലാ നേതാക്കന്മാരും കൊല്ലപ്പെട്ടു. അപ്പോൾ ഹമാസിനെ സംബന്ധിച്ച് ഹമാസ് എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഹമാസ് വലിയ ദുരന്തം നേടി. ആ സംഘടന ഒരു 25, 30 അല്ലെങ്കിൽ 50 വർഷം പിന്നാക്കം പോയതുപോലെ തകർന്ന് തരിപ്പണമായി. ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹൂതികളുടെ അവസ്ഥ, ഹിസ്ബുള്ളയുടെ അവസ്ഥ, അങ്ങനെ ലോകത്തെമ്പാടും ഇസ്ലാമിക ഭീകരവാദത്തിന് നിൽക്കുന്ന, സപ്പോർട്ട് നിൽക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ വലിയ ഒരു തകർച്ചയ്ക്ക്
ഈ യുദ്ധം കാരണമായി. ഇറാൻ ആവട്ടെ ഇതിനൊക്കെ ഫണ്ടറായി നിൽക്കുന്ന ബിഗ് ബോസായി നിൽക്കുന്ന ഇറാൻ മാരകമായ പ്രഹരമേറ്റ് ഇപ്പോൾ 20-ാം തീയതിയോടുകൂടി നദാൻസ് ഉൾപ്പെടെയുള്ള തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിക്കുമോ എന്ന് ഭയന്ന് അതിനു ചുറ്റും വലിയ സൈനിക സന്നാഹം ഒരുക്കി പേടിച്ചിരിക്കുകയാണ് ഇറാൻ. ഖമനയിയെ പുറത്ത് കാണുന്നില്ല, ഭൂമിക്കടിയിലെ ഏതോ ബങ്കറിലാണ്. ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആധുനികമായ യുദ്ധസന്നാഹങ്ങൾ. നമ്മൾ ലാവൻഡർ ടൂളിൻ്റെ കാര്യം പറഞ്ഞു, പേജറുകൾ പൊട്ടിത്തെറിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അത്രയും വലിയ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ആഹ്ലാദകരമായ കാര്യങ്ങൾ മാത്രമല്ല, ദുരന്ത ഛായയുള്ള സംഭവങ്ങളും ചരിത്രത്തിൻ്റെ ഭാഗമുണ്ട്. അങ്ങനെ ദുരന്ത ഛവിയുള്ള ഒരുപാട് സംഭവങ്ങളുടെ ഇതിലൂടെ സംഭവിച്ചു. ഒരു വലിയ യുദ്ധത്തിൻ്റെ ഭാഗമായി ആര് ജയിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആർക്ക് വലിയ നഷ്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക തീവ്രവാദത്തിന് വലിയ ആഘാതം സമ്മാനിച്ചിട്ടാണ് യുദ്ധം തൽക്കാലത്തേക്കെങ്കിലും നിൽക്കാൻ പോകുന്നത്. ഇപ്പോൾ 42 ദിവസത്തെ വെടിനിർത്തലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 33 ബന്ദികളെ വിടും. ഈ 33 ബന്ദികളുടെ കാര്യത്തിൽ ഒറ്റയടിക്ക് ഈ ബന്ദികളെ വിട്ടുകൂടെ എന്നൊരു ചോദ്യം പലരും പറയുന്നുണ്ട്. അതിന് ഹമാസ് തന്നെ ഖത്തറിൽ ദോഹയിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. വളരെ വ്യാപകമായ ആക്രമണം ഇസ്രായേൽ നടത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പല ലോക്കൽ കമാൻഡേഴ്സും മരിച്ചുപോയി. അവർക്കാണ് ബന്ദികളുടെ വെയർഅബൌട്ട്സ് എവിടെയാണെന്ന് അറിയാമുള്ളൂ. അതുകൊണ്ട് ഇത് കോർഡിനേറ്റ് ചെയ്ത് അവരെ കണ്ടെത്താൻ ഞങ്ങൾക്കറിയില്ല. അവരുടെ സ്റ്റാറ്റസ്, അവരിൽ പലരും ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അപ്പം ശരിയാണ്, വ്യാപകമായി 2 അണുബോംബുകൾ വർഷിച്ചതിന് തുല്യമായ ബോംബിങ്ങാണ് ഗസയിൽ നടന്നതെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ സംഭാഷണത്തിൽ പറഞ്ഞു. അങ്ങനെ ആകെ തകർന്ന് തരിപ്പണമാക്കിയപ്പോൾ ഭൂമിക്കടിയിലെ പല ബങ്കറുകളായിരുന്നു, അവരെ കാവലേൽപ്പിച്ചിരുന്ന ഏറിയ കമാൻഡർമാർ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് ഇവരുടെ വെയർഅബൌട്ട്സ് ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഹമാസ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒറ്റയടിക്ക് വിട്ടുതരാൻ, ഇവരെ കണ്ടെത്തി വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു വലിയ ഗ്യാപ്പ് ഞങ്ങൾക്ക് വേണം എന്ന് ഹമാസ് ആവശ്യപ്പെട്ടതായിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. അതോടൊപ്പം ഹമാസിനൊരു ആശങ്കയുണ്ട്, ഈ അവശേഷിക്കുന്ന 100ഓളം പേരെ ഒറ്റയടിക്ക് അങ്ങ് തിരിച്ചു കൊടുത്താൽ അത് ഇവരെയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇസ്രായേൽ എന്ത് ചെയ്യും എന്നൊരു ആശങ്കയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കരാർ അനുസരിച്ച് 17-ാം തീയതി ഞായറാഴ്ച ആദ്യ ദിവസം 3 പേരെ വിട്ടയക്കും. പിന്നീട് 7-ാം ദിവസം 4 പേരെ വിട്ടയക്കും. അവസാനത്തെ ആഴ്ച അവസാനിക്കുന്ന 14 പേരെ വിട്ടയക്കും. ഇങ്ങനെയാണ് ഘട്ടം ഘട്ടമായി 3 പേര് 4 പേര് അങ്ങനെ ഈ 33 പേരെ വിട്ടയക്കാം എന്നാണ് പറഞ്ഞത്. ഈ 33 പേരെയും ജീവനുള്ളവരെ വേണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഉറപ്പ് പറയാൻ പറ്റില്ല, എത്ര പേര് ജീവനുണ്ട് ജീവനില്ല എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചിട്ടേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. 100 പേരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അറിയുന്ന വിവരം ഈ 33 പേരിൽ 4 സിവിലിയൻ വനിതകളുണ്ട്, 5 പേർ ഇസ്രായേലിലെ വനിതാ പട്ടാളക്കാരികളെ ഹമാസ് പിടിച്ചുകൊണ്ട് പോയി. 5 പേര് വനിതാ പട്ടാളക്കാരികളാണ്. 10 പേര് 50 വയസ്സിന് മുകളിലുള്ളവരാണ്. പിന്നെ ഈ ലോകമനസാക്ഷിയെ കരയിച്ച ഒരമ്മയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഒരു ചെറുപ്പക്കാരി അവരുടെ പൊടിക്കുഞ്ഞും മറ്റൊരു കുട്ടിയുമായിട്ട് അവിടെ സംഗീത പരിപാടി കാണാൻ വന്നപ്പോൾ അത് പിടിച്ചുകൊണ്ട് പോയി. ഷെറി ബിബാസ് എന്നാണ് അവരുടെ പേര്. ഷെറി ബിബാസിൻ്റെ 2 കുട്ടികൾ, ഏരിയൽ എന്ന് പറയുന്ന ആൺകുട്ടിയും ബേബി കഫീറും. ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ നമുക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അവരൊക്കെ വളരെ പരിതാപകരം. ഈ അമ്മയും മക്കളും അവരെ ഉൾപ്പെടെ പിന്നെ ഒരു 11 പേരെ ഉൾപ്പെടെ ആണ് 33 പേരെന്ന് പറയുന്നത്. ഇസ്രായേൽ കടുംപിടുത്തം പിടിക്കുന്നുണ്ട് 33 പേരെയും ജീവനോടെ വിടണം എന്നുള്ളത്. പകരം വെച്ചിരിക്കുന്നൊരു കണ്ടീഷൻ ഇവരാവശ്യപ്പെടുന്നത് 1000 പലസ്തീൻ തടവുകാരെ വിടണമെന്നാണ് തിരിച്ച്. അപ്പോൾ അതിനകത്ത് ഇസ്രായേലിൽ തന്നെ ഈ കരാറിനെ ഇന്നലെ മന്ത്രിസഭാ യോഗം ചേർന്നിട്ട് ഈ കരാറിന് യോജിക്കാത്ത മന്ത്രിമാരുണ്ട്. കാരണം അവിടെ കൂട്ടുകക്ഷി നെതന്യാഹുവിൻ്റെ ലിക്കുഡ് പാർട്ടി ഓക്കെയാണ്. ബാക്കിയുള്ള പാർട്ടികൾ ബെൻഗിവറിൻ്റെ തീവ്ര വലതുപക്ഷ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ അംഗീകരിക്കുന്നില്ല. ഇത് സമ്മതിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. 1000 പേരിൽ ഈ 1000 പേരുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അതിൽ 250 പേർ കുറിച്ച് ഇസ്രായേലിൽ മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്ന ഈ 250 പേരുടെ കയ്യിൽ ചോര പുരണ്ടവരാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലികളെ കൂട്ടക്കൊല ചെയ്തിട്ടുള്ള പ്രതികളും ഈ ജയിലിൽ കിടക്കുന്നുണ്ട്. ആ 250 പേരെ കൂടെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷേ പറഞ്ഞിരിക്കുന്നത്, നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ കയറി ആക്രമണം നടത്തിയതിൻ്റെ പേരിൽ പിടിയിലായ ഒറ്റയാളെയും വിടത്തില്ല, അവന്മാരെ വിടത്തില്ല. വേറൊരു സാങ്കേതിക പ്രശ്നം കൂടി ഉണ്ട്. ഇത് ഇവരെല്ലാം വിചാരണ നേരിട്ട് കഴിയുകയാണ്. പിടിച്ച് ജയിലിൽ വെറുതെ ഇട്ടിരിക്കുകയല്ല, കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കോടതിയുടെ വിചാരണ നടപടി ഉള്ളപ്പോൾ ഇവരെ എങ്ങനെ വിട്ടയക്കാം എന്നൊരു ചോദ്യം വരുന്നുണ്ട്. പക്ഷേ ഇത്തരം പ്രത്യേക ബന്ദികളുടെ മോചനം പോലെയുള്ള പരസ്പരം വിലപേശുന്ന കൈമാറൽ ചടങ്ങിന് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്താൽ കോടതികൾ
പറ്റില്ല എന്നൊന്നും പറയാറില്ല. അതുകൊണ്ട് അത് സ്വാഭാവികമായി സംഭവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ബന്ദികളുടെ മോചനം സംബന്ധിച്ച് നെതന്യാഹു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇനിയും ചിലത് തീരുമാനിക്കാനുണ്ട് എന്നാണ് നെതന്യാഹു ഇതിന് ശേഷം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വളരെ രസകരമായൊരു സംഗതി, ഈ ചർച്ച നടന്നിട്ട് ലോകത്താദ്യമായി ഇങ്ങനെ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് അനൗൺസ് ചെയ്തത് ട്രംപാണ്. ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപാണ് കരാർ യാഥാർത്ഥ്യമായി, വെടിനിർത്തലാണ്, ഞായറാഴ്ച മുതൽ വെടിനിർത്തൽ വരും എന്ന് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. അപ്പോൾ വെടിനിർത്തലിൻ്റെ ഗുണം ആർക്കാണെന്ന് ചോദിച്ചാൽ ഇസ്രയേലിൽ ഒരു വലിയ വൈകാരികമായ അന്തരീക്ഷമുണ്ട്. ഈ ബന്ദികളെ വിട്ടയക്കണം എന്ന് പറഞ്ഞു. ഇന്നലെ ബന്ദികളെ വിടുന്നു എന്നുള്ള ഈ കരാർ ഒത്തുതീർപ്പിലെത്തുന്നു, അഗ്രിമെൻ്റ് ഒപ്പുവെക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അവിടെ ജനങ്ങൾ പുറത്തിറങ്ങി പന്തം കൊളുത്തി പ്രകടനമൊക്കെ നടത്തി. ആളുകൾ പരസ്പരം ആശ്ലേഷിക്കുന്നുണ്ട്. സന്തോഷമാണ്. ഇത്രയും ആളുകൾ നരകയാതന അനുഭവിക്കരുത്. വെറുതെ നമ്മൾ പറയുമ്പോൾ ബന്ദികൾ അവരെ മുറിക്കാത്തിട്ട് ബിരിയാണി കൊടുത്തുന്നിട്ടിരിക്കുകയല്ലോ. ഇവന്മാരെന്തെല്ലാം ക്രൂരതയാണ് കാണിക്കുന്നത് നമ്മൾ വീഡിയോ ചെയ്തു. ഭക്ഷണം കൊടുക്കുന്നില്ല, ഇരുമ്പ് കമ്പികൾ പഴിപ്പിച്ച് ദേഹത്ത് വെക്കുന്നു, ദേഹമാസകലം വർദ്ധിക്കുന്നു, മലിനജലം, ടോയ്ലറ്റിലെ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു, ഇവർക്ക് രോഗമുണ്ടാകുന്നു, ശസ്ത്രക്രിയ നടത്തി ചിലർക്കൊക്കെ പരിക്കേറ്റപ്പോൾ മറ്റേ അനസ്തേഷ്യ കൊടുക്കാതെ പച്ച ജീവനിൽ ഓപ്പറേഷൻ നടത്തുന്നു, ഭയങ്കര ലൈംഗികമായി പീഡിപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ വരെ. അത്തരം ഭീകരതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണം കൊടുക്കുന്നില്ല, ഭക്ഷണം കൊടുക്കാതെ ആളുകളുടെ ആരോഗ്യമാകെ തകർന്നു. ഇത്തരം പുറത്തു വന്ന ആളുകൾ പറഞ്ഞതാണ്. 100 പേരെ സോൾജിയർ തന്നെ പറഞ്ഞു ആകെ മെലിഞ്ഞുണങ്ങിപ്പോയി എന്നൊക്കെ. 100 പേരെ നേരത്തെ മോചിപ്പിച്ചല്ലോ. പുറത്തു വന്ന ആളുകൾക്ക് അതിഭീകരമായ മാനസിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ബന്ദികൾ എന്ന് പറയുമ്പോൾ, ബന്ദികളെ വിട്ടല്ലോ എന്ന് പറയുമ്പോൾ നിസ്സാരമൊന്നുമല്ല, വലിയൊരു പ്രോസസ്സാണ്. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഏതായാലും വെടിനിർത്തൽ വരാൻ പോവുകയാണ്. വെടിനിർത്തലിന് ശേഷം ഇസ്രയേൽ അവിടുന്ന് സമ്പൂർണ്ണമായി പിന്മാറിയാൽ, ആൻ്റണി ബ്ലിങ്കൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ആൻ്റണി ബ്ലിങ്കൻ പറഞ്ഞത് അമേരിക്കൻ സർക്കാർ വൃത്തങ്ങൾ തള്ളി പറഞ്ഞു. അങ്ങനെയുണ്ട്. ആൻ്റണി ബ്ലിങ്കനെ US സീനിയർ ഒഫീഷ്യൽസ് തള്ളി പറഞ്ഞ സംഭവം കൊണ്ടുണ്ട്. അതായത് നഷ്ടപ്പെട്ട അത്രയും പേരെ ഹമാസ് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു എന്നാണ് ആൻ്റണി ബ്ലിങ്കൻ പറഞ്ഞത്. അപ്പോൾ അമേരിക്കയുടെ സീനിയർ ഒഫീഷ്യൽ, മിലിറ്ററി ഒഫീഷ്യൽസ് പറഞ്ഞതായിട്ടാണ് വാർത്ത. പേരില്ല. ബ്ലിങ്കൻ പറഞ്ഞത് ശരിയല്ല. അവിടെ ഒരു ഡിഗ്രേഡഡ് മിലിറ്ററി ഓർഗനൈസേഷനാണിപ്പോൾ ഹമാസ്. തകർക്കപ്പെട്ടു. ഗസയിൽ ഇപ്പോൾ IDFന് എവിടെ വേണേലും നിർബാധം സഞ്ചരിക്കാം. പണ്ട് അങ്ങനെയായിരുന്നില്ല. എവിടെ വേണേലും സഞ്ചരിക്കാം, ഒരു പ്രശ്നമില്ല. നേരത്തെയാണ് അവർ വെടിവെക്കുമായിരുന്നു. ഹമാസിനെ കാണാനില്ല. അവർ എവിടേക്കോ ഒളിവിലാണ്. സിവിലിയൻസിനെ, സാധാരണക്കാരെ മറയാക്കിയിട്ടാണ് ഉള്ള ഹമാസ് ഭീകരവാദികളിലൂടെ ജീവിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും അവർ തിരിച്ചു വരും എന്നൊക്കെ പറയുന്നത് അവിശ്വസനീയമാണ്. ആൻ്റണി ബ്ലിങ്കൻ്റെ പ്രസ്താവന വങ്കത്തരമാണ് എന്ന് ഇപ്പോഴും ആൻ്റണി ബ്ലിങ്കൻ അവിടെ മന്ത്രിയാണ്. ആൻ്റണി ബ്ലിങ്കനെ തള്ളിക്കൊണ്ട് അമേരിക്കൻ ഒഫീഷ്യൽ വക്താവ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 15 മാസത്തെ യുദ്ധം ഞായറാഴ്ചയോടെ അവസാനിക്കും എന്ന് കരുതിയാൽ അതൊരു മണ്ടത്തരമാണ്. യുദ്ധം തീരാനൊന്നും പോകുന്നില്ല. കാരണം ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 2 മതങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഒരു മതം മറ്റൊരു മതത്തിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി നടത്തുന്ന യുദ്ധമാണ്. ഇസ്ലാം വിശ്വാസം അനുസരിച്ച്, അല്ലെങ്കിൽ ഖുറാൻ അനുസരിച്ച് ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ട, തുടച്ചു നീക്കേണ്ട ഒരു ജനതയാണ് ജൂത ജനത. അതിനുശേഷമാണ് ക്രിസ്ത്യാനി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ തുടച്ച് നീക്കുന്നത് വരെ അവർക്കൊരു രാജ്യം ഉണ്ടാകുന്നു, ജൂതന്മാർക്ക്, യഹൂദർക്കൊരു രാജ്യം ഉണ്ടാകുന്നു എന്നുള്ളത് ഇസ്ലാം വിശ്വാസപ്രകാരം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഇസ്രയേലിനെതിരെയുള്ള യുദ്ധങ്ങൾ, ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം അനുസരിച്ച്, അവരുടെ മതമനുസരിച്ച് അവർ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ജനതയാണ്. അവരുടെ വാഗ്ദത്ത ഭൂമിയാണത്. അവർ ജനിച്ചു വളർന്ന ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം ഉണ്ടാവുന്നതിന് എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പ് അവർ ജീവിച്ച ഭൂമിയാണത്. ആ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ള അവരുടെ അവകാശത്തിന് വേണ്ടി അവരും പോരാട്ടം തുടരും. അതുകൊണ്ട് ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലാത്തത് കൊണ്ട് യുദ്ധം അവസാനിക്കുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം ഇതിൽ ആദ്യത്തെ മതമുണ്ടല്ലോ, ഇസ്ലാം മതം, അവർ അപ്ഡേഷന് തയ്യാറല്ല, ഒരിക്കലും നവീകരിക്കപ്പെടാൻ തയ്യാറല്ല. അവർ പറയുന്നത് ഖുറാനിൽ എഴുതി വച്ചിരിക്കുന്നത്, ഹദീസുകൾ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, അത് മാറ്റാൻ കഴിയില്ല. അതായത് അതിൽ അക്കൂട്ടത്തിലുള്ള മാറ്റാൻ കഴിയാത്ത തീരുമാനങ്ങളിൽ, നിർദ്ദേശങ്ങളിലൊന്നാണ് ജൂതന്മാരെ കൊല്ലുക എന്നുള്ളത്. അതുകൊണ്ട് ആ വിശ്വാസ പ്രമാണം നിലനിൽക്കുന്ന കാലത്തോളം ജൂതന്മാരും ജൂതന്മാരുടെ രാഷ്ട്രവും ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ടേയിരിക്കും. അതിനെ യഹൂദന്മാർക്ക് ചെറുക്കുകയല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് ശാശ്വതമായ ഒരു വെടിനിർത്തൽ മരീചിക മാത്രമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.